എല്ലാവരും ഫുഡ് ഡ്രിങ്ക്സ് എല്ലാമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫുഡ് തീർത്ഥയാത്രയാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലില് കണ്ണാടിയൊക്കെ വെച്ചൊരു പരിഷ്കാരി പരിപാടിയാണ്. അയ്യോടാ എന്റെ അമ്മേ. Sweetie, how are you? Hi, I'm perfect, thank you. How are you, Elnora? How are you? I am perfect. Oh, you're perfect. Okay, good. അപ്പോൾ നമ്മൾ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒന്ന് അധികം മേക്കപ്പ് ഒന്നും ഇട്ടില്ല. മേക്കപ്പ് ഇട്ട് ഇച്ചിരി ഓവറായതൊരു ഡൗട്ട് ഉണ്ട് ചെറുതായിട്ട്. ഐ ഷാഡോ ഒക്കെ ഇട്ടത് ഇച്ചിരി ഇതായിട്ടുണ്ട്. ഓക്കെ. ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലിട്ട് സാധാരണ ഞാനിങ്ങനെ ഇടാത്തതാണ്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിനോടൊരു ഭ്രാന്ത് മൂത്തത് കാരണം ഞാൻ ഡാർക്ക് ആക്കി ഇട്ടിട്ടു. അപ്പോൾ നമ്മൾ ഒരു ഫാമിലി ട്രിപ്പ് പോവാണ്. ഡെസ്റ്റിനേഷൻ ഒരു 3-4 ഡെസ്റ്റിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ ബെറ്റർ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഇവിടുത്തെ വെതർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിലും ഓരോ കൈൻഡ് ഓഫ് വെതർ ആയിരിക്കും. മീൻസ് ഡിഫറെൻറ്റ് വെതേഴ്സ് ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ പള്ളി പോയ സമയത്ത് വൈകുന്നേരം രാവിലെ നല്ല സണ്ണി ഇത് കണ്ടിട്ടാണ് പള്ളിയിലെല്ലാം പോയി. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതാണ്ടേ അടിപൊളി മഴ. മനോജേട്ടൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് സ്വീറ്റി മനോജേട്ടൻ ഫാമിലി ഉണ്ട്, സിൻഡോ ചേട്ടൻ ഫാമിലി ഉണ്ട്, ആൻഡ് ടുബിൻ ചേട്ടൻ ഫാമിലി ഉണ്ട്. സോ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ഹായ് പറയൂ. ഇതെന്താ കുഞ്ഞു ബേബി? കുഞ്ഞു ബേബിന്റെ സീറ്റ് ചെയർ അത് അവളുടെ ദേഹത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് ടുബിൻ ചേട്ടൻ്റെ വീടിൻ്റെ താഴെയുള്ള പാർക്കിങ്ങിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ്ട് അപ്പുറം സിൻഡോ ചേട്ടാ മിനി ചേച്ചി വീഡിയോ ചാനലിലേക്കുള്ള. അപ്പോൾ അവരവിടെ വണ്ടിയായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇനി നമ്മൾ ടുബിൻ ചേട്ടനൊക്കെ വെയിറ്റ് ചെയ്യാണ്. മീത്തുനും മനു ചേട്ടനും കൂടെ സംതിങ് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം അവരും ഇപ്പോൾ വരും. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തു. നമ്മൾ പോകുന്നത് ഫാസ്കലി ഫോറസ്റ്റ് അല്ലേ കുഞ്ഞാ? നമ്മൾ ഫാസ്കലി ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്താണ് പിറ്റ്ലോക്കറി. ഇതൊക്കെ ഒരു ഹൈലാൻഡ്സ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയാസാണ്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ ഭംഗികൾ എന്നൊക്കെ ഉള്ളത്. അയ്യോ, ഞാൻ സ്പൂണൊന്നും എടുത്തിട്ടില്ല. അയ്യോ, സാമ്പാറുണ്ട്. സാമ്പാർ പിന്നെ ഒഴിച്ചെടുക്കാന്ന് വിചാരിക്കുക. മറ്റേ കാളൻ പൊറോട്ടയും ചിക്കൻ കറിയാണ്. ഇത് മറ്റേ ചന്ദ്രയാനെ പോലെ ഉണ്ട്. ഇത് എന്താ അരിയാലോ കുഞ്ഞമ്മ? എന്താ അടി നീ കാഴ്ചന്നേ? എന്നാടി കാഴ്ച നീ? എന്റെ ദൈവമേ, ചട്ടിപ്പെട്ടി. ഞങ്ങൾ ചട്ടിപ്പെട്ടി എന്ന് പറയും. പരസ്യമാക്കിയ നമ്മള്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് ലൊക്കേഷൻ ആട്ടോ. നമ്മുടെ പിറ്റ്ലോക്കറി ഡാമിൻ്റെ പാർക്കിങ് ഇവിടെ ഫ്രീ ആണ്. നമുക്ക് പാർക്കിങ് ഓവർനൈറ്റ് മാത്രം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു റൂള് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതാണ്ട് സെറ്റായി. ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ഡ്രസ്സ് മണ്ടയിലെടുത്തിട്ട് ചെറിയ രീതിക്ക് തണുക്കുന്നുണ്ട് ഒരു ഫീല്. നമ്മളിതാണ്ട് പിറ്റ്ലോക്കറി ഡാമിൻ്റെ അടുത്ത് ഏകദേശം എത്താനായി. അതായത് പാർക്കിങ്ങിൽ അവിടുന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇതാണ് നമ്മുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അറിയാം. കാരണം പല വീഡിയോയിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് കാരണം എല്ലാവരും തന്നെ അറിയാവുന്നതാണ്. ഇതിവിടെ വ്യൂവിങ് പോയിൻറ്റ്സ്, ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിറ്റ്ലോക്കറി ഡാമിൻ്റെ വെൽക്കം ടു പിറ്റ്ലോക്കറി ഡാം. അതിൻ്റെ അവിടെ ഒരു മാപ്പ്. അതിമനോഹരമായിട്ടുള്ള പിറ്റ്ലോക്കറി ഡാമിൻ്റെ ഫ്രണ്ടിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. അല്ല,
ആ ഡാമിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു മരങ്ങളുടെ ആ ഒരു ഗ്രീനിഷ് വെള്ളത്തിലേക്ക് പതിഞ്ഞിട്ട് ഉള്ള ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ. പിന്നെ ഈ ഒരു ഡാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലാൻഡിൽ മൊത്തത്തിൽ 78 അണക്കെട്ടുകളും 54 പവർ സ്റ്റേഷനുകളുമാണ് ഉള്ളത്. അപ്പോൾ 1949 ഈ നിർമ്മാണത്തിൻ്റെ ഭാഗത്തിൽ പണി തീർത്ത ഒരു ഡാമാണ് ഈ ഒരു പിറ്റ്ലോക്കറി ഡാം എന്ന് പറയുന്നത്. 15,000 വീടുകൾക്കാണ് ഈ ഒരു ഡാമിൽ നിന്ന് വൈദ്യുതി, അതായത് 2 ടർബൈനുകൾ കൊടുക്കുന്നത്. അതിനാവശ്യമുള്ള ടർബൈനുകൾ ഇവിടെ ഉണ്ട്. അപ്പം എന്താ പറയുക, ഇത് കണ്ടില്ലേ ഈ ഒരു സൈഡിലൂടെ ഒഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ വേ ആണ് ഈ ഒരു വഴിയെന്ന് പറയുന്നത്. അപ്പം അത് താഴേക്ക് സഞ്ചരിക്കാൻ പറ്റിയ വേ. അപ്പോൾ അതിലൂടെ എത്ര മീൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു കണക്ക് നമുക്കതവിടെ കാണാൻ കഴിയും. ഞാൻ ആ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാം. എത്ര മനോഹരമായിട്ടല്ലേ ഇങ്ങനെ ഒരു ക്രിയേഷൻസും പിന്നെ ആ ഒരു കാടിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതെന്താ സാൽമനാണോ? ഞാൻ പറഞ്ഞ ആ ഒരു സാൽമൺ പോകുന്ന വഴികളിൽ നിന്നും കൗണ്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എത്ര സാൽമൺ ആണ് ഈ വഴി പോയി എന്നുള്ളത്. സാൽമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിഷ് ആട്ടോ, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വെള്ളത്തിൻ്റെ ആ ഒഴുക്കിൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രസമല്ലേ ഈ പുഴ സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ കേൾക്കാനായിട്ട്. സ്കോട്ട്ലാൻഡിലെ തൂക്കുപാലത്തിലാണുള്ളത്. യെസ്. Good morning. Yeah. How are you? I'm very well, thank you. Okay. Good. I'm fine. Very fine. Are you enjoying your trip? Yeah, sure. Of course. It's beautiful, isn't it? Here? Yeah. Is it your first time here? Yeah. Just actually, we are working here, but we don't see and before here. Yeah. Just first time. Oh, lovely. As Yeah. our first time as well. Oh, where are you from? England. അവർ ലണ്ടനിൽ നിന്ന് വന്നതാണ്. കുറച്ചേരം വർത്താനം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ മുന്നേ താമസിച്ച ഹാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അവർക്കറിയാം. അങ്ങനെ നമ്മൾ ദാണ്ടെ ഫാസ്കലി ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടിയിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഫുഡ് ഡ്രിങ്ക്സ് എല്ലാമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫുഡ് തീർത്ഥയാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷീറ്റൊക്കെ വിരിച്ച് അപ്പം നമ്മൾ ഇതാണ്ട് ഷീറ്റ് വിരിച്ച് അവിടുന്ന് ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ചോറ്, മിനി ചേച്ചിയുടെ ബീഫും കായയും, എൻ്റെ പോർക്ക്, സ്വീറ്റിയുടെ ക്യാബേജ്, പിന്നെന്താണ് സാമ്പാർ, കാളൻ, ചമ്മന്തി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പോയി ഇതാ ചമ്മന്തി. അപ്പം അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ താണ്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അകത്താണ്. ഓൾമോസ്റ്റ് അമ്മച്ചിമാര് തുണി പൊക്കി കിടക്കുന്ന പോലെ. ഏഞ്ചലേ
ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാലിയായിരിക്കുകയാണ്. അത് വീഡിയോയാ. അപ്പൊ ഞങ്ങള് താണ്ടേ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇവിടെ കിടക്കുവാണ്. ആണുങ്ങളെ എല്ലാം പറഞ്ഞു വിട്ടത് സീറ്റി കിടക്ക്. അതാരാ? അത് ശരി. മോളു രണ്ടെണ്ണം വേറെ വല്ലതും കൊടുക്കുമ്പോണ്ട. മീൻ ചേച്ചിയുടെ മുഖം ഫുള്ളായിട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഫാസ്കരയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു താണ്ട് വണ്ടീൻ്റെ അടുത്തെത്തി. ലിപ്സ്റ്റിക്കൊക്കെ അവിടെ ഇവിടേക്കായിട്ട് പകുതിയൊക്കെയായിട്ടാണ് കിടക്കുന്നത്. എനിവേ ഇപ്പം എനിക്ക് ചൂടെടുത്തപ്പോൾ ഞാൻ ആ റെഡ് ഡ്രസ്സ് അങ്ങ് മാറ്റി. ആളുകൾ പിന്നെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ടൂറിസ്റ്റേഴ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്നതാണ്. ഉണ്ടല്ലേ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അങ്ങനെ ഇതാണ്ടേ നമ്മൾ ഫാസ്കലി ഫോറസ്റ്റ് നിന്ന് നമ്മൾ പെർത്തിലേക്ക് പോകുന്നു. പെർത്ത് തൊട്ടടുത്തുള്ള ബാങ്ക് ഫൂട്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു എന്താ പറയുക, ഇച്ചിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു കുഞ്ഞരുവിയും പാടങ്ങളും കൃഷിയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അത്. അപ്പം വേണ്ടേ മഴയാണ്. മഴ കുറഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങി ഓരോ പഴംപൊരിയൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ പോകും. കുഞ്ഞു പുഴയിൽ ഇറങ്ങാൻ പോണോ? തോട്ടിലിറങ്ങാൻ പോണോ? പുഴയല്ല, തോട്ടിൽ. സാധാരണ എനിക്ക് തണുപ്പൊന്നും പറ്റാത്തതാ. കയ്യിൽ ജസ്റ്റ് വെള്ളം എടുത്ത് നോക്കിയപ്പോ ഒരു ഇച്ചിരി മഴയുള്ള പോലെ തോന്നുന്നുണ്ട്. ഇറങ്ങി അറിയാം എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. ചെരുപ്പ് മാറി, ഷൂ മാറി. ഷൂവിന് അടിയൊക്കെ നിറച്ച് ചെളിയാണ്. ഞാനും ചെരുപ്പിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങ് ദൂരേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബാങ്ക് ഫുട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയൊരു തോട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ മേഘ നല്ല തണുപ്പുണ്ടല്ലോ. ഈ പിള്ളേർ എങ്ങനെയാണ് നിൽക്കണതിനകത്ത്? ചേച്ചി ഇറക്കിക്ക് അതാ കയറി പോണു. അതെ, കറണ്ട് പോകുന്നുണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഇല്ല, ഇവിടെ ആളുകളുടെ ഇതാ വരുന്ന ഒരാൾ മണ്ടേ കൂടെ. ആ കണ്ണാടി കാണാല്ലേ ചേച്ചി? ചാടിപ്പോയി. കണ്ണാടി എന്ത് ചെയ്യുന്നു തലയെ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ കാറൊക്കെ അവിടെ കിടക്കുന്നത്. നല്ല വെയിലായില്ലേ ആ മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും? ചാടുവോ? നോക്കിക്കേ അങ്ങോട്ടുള്ള ഇത് നോക്ക്, അത് നോക്ക് മേഘ. കുഞ്ഞാ ഇപ്പൊ വേണമെങ്കിൽ ഒരു ഷോട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഒരാള് പിടിക്കാനും പോകുന്നുണ്ട്, ഒരാൾ അവിടുന്ന് ചാടാനും പോകുന്നുണ്ട്. ചാനൽ വൈറലാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോ ഷൂട്ട്. അതപ്പറേ നല്ല മൂത്ര വെച്ചായിരിക്കും. നമ്മൾ താണ്ടേ നമ്മുടെ ട്രാവലെല്ലാം കഴിഞ്ഞ് എല്ലാവരും അടുത്ത് ക്ഷീണിതരായി വന്നതാണ്ടേ എന്ത് കഴിക്കുന്നു? പൊറോട്ട, ചപ്പാത്തി ആൻഡ് ടൂബിൻ ചേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ കറി. ഹൗ ഇസ് ഇറ്റ് ഓൾ? പെർത്തിൽ മാത്രം കിട്ടുന്നു. ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, അപ്പൊ എനിക്കും കഴിക്കണം. എങ്ങനെയുണ്ട് പറയൂ ചിക്കൻ കറി എങ്ങനെയുണ്ട് പറ. ചിക്കൻ കറി എങ്ങനെയുണ്ട്? ആണോ? അപ്പൊ നമ്മളെല്ലാവരും ഇതാണ്ടേ അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ചില്ലായിട്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, അവസാനത്തേലേക്ക് എത്തിക്കുന്നു.
ഇവിടെ ഇതാണ്ട് ഇവര് പൊറോട്ട വലിച്ചും കീറിയൊക്കെ കളിക്കുന്നുണ്ട്. ഒരു ബായ് പറ. എന്നെ എന്തിനാ ഉന്തിയത്? എലനോർ എന്തിനാ ഉന്തിയത്? ബൈ ബൈ. അപ്പം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. എല്ലാവരും ഒരു ബൈ പറയൂ. ബൈ.